ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 28 ജാനുവരി 2026 ബുധനാഴ്ച, 3 നോയമ്പിൻ്റെ 3-ാമത്തെ ദിവസം. നമുക്ക് ദൈവം ഈ 3 നോയമ്പിൻ്റെ ഈ വർഷത്തെ 3-ാമത്തെ ദിവസവും കാണുവാൻ അനുഗ്രഹിച്ചു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 ദിവസങ്ങളും നമ്മൾ ഏതെങ്കിലും പള്ളിയിലൊക്കെ ചെന്ന് ധ്യാനം നടക്കുന്നിടത്ത് ചെന്ന് ധ്യാനം ശ്രവിക്കുവാൻ നമുക്കൊക്കെയും സാധിച്ചു. ഇന്ന് 3-ാമത്തെ ദിവസം നാം ചിന്തിക്കേണ്ടത് ഈ നോമ്പുകൾ ഒക്കെയും ആചരിക്കുന്നതിൻ്റെ പുറകിൽ ഉള്ള ചരിത്രം, അതുകൊണ്ടുള്ള നമുക്കുള്ള ഗുണം എന്ത് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അനുതാപം ആണ്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ്, തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മൾക്ക് അനുദപിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് 2 അഭിപ്രായം ഉണ്ടാകുകയില്ല. നാം ബൈബിളിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഇപ്പോൾ നമുക്ക് യോനായെ നോക്കുമ്പോൾ, യോന വലിയ തെറ്റ് ചെയ്തു. അവൻ നിനവയിലേക്ക് പോവാൻ അവനെ യഹോവ ഏൽപ്പിച്ചത്, അവൻ തർസീസിലേക്ക് ഓടിപ്പോയതിനാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. അവൻ 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിയേണ്ടതായിട്ട് വന്നു. അവൻ അവിടെ ചെന്നതിന് ശേഷം അവൻ അനുദപിച്ചു. ആ അനുതാപത്തിൽ ദൈവം മനസ്സലിഞ്ഞ് അവൻ രക്ഷ പ്രാപിക്കുന്നതായാണ് നാം കാണുന്നത്. അങ്ങനെ രക്ഷ പ്രാപിച്ച് അവൻ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവൻ നിനവയിൽ ചെന്ന് അവരെ ഉപദേശിക്കുകയും അവർക്ക് വരാൻ പോകുന്നതായ വലിയ കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും അനുദപിച്ചു. അതായത് നമ്മളിവിടെ കാണുന്നത്, യോനയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഈ 4 അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ആരൊക്കെ ദൈവത്തിൽ നിന്ന് ദൂരെ മാറിപ്പോയോ അവർക്കൊക്കെയും അതിൻ്റെതായ ദോഷം വരും എന്ന് ആണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ സംയോജിതമായിട്ട് നമ്മൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതിന് ദൈവം നമുക്കൊരു പരിഹാരം കണ്ടുതരും. അതിന് 1-ാമത്തെ ഉദാഹരണമാണ് യോനയെ ആദ്യം ശിക്ഷിച്ചു. അതിനുശേഷം അവൻ അനുദപിച്ചപ്പോൾ അവനെ രക്ഷിച്ചു. അവൻ നിനവയിൽ ചെന്ന് വലിയ നാശം വരാനിരുന്നതായ 1,20,000-ൽ പരം ആൾക്കാർക്ക് മാനസാന്തരമുണ്ടാകത്തക്ക രീതിയിൽ അവൻ അവിടെ സുവിശേഷം അറിയിച്ചപ്പോൾ അവർ, രാജാവ് തൊട്ട് താഴെയുള്ള പ്രജകൾ വരെ എല്ലാവരും രട്ടുകൊടുത്ത് വെണ്ണീറിലിരുന്നുകൊണ്ട് അവർ ഉപവസിച്ചപ്പോൾ അവർക്കും രക്ഷയുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു വ്യക്തിത്വമാണ് മുടിയനായ പുത്രൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ലൂക്കോസ് എവൻഗേലിസ്തയുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു ഭാഗമുണ്ട്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു യേശുക്രിസ്തു പറയുന്ന ഒരു ഉപമ. അതായത് നമ്മൾ അതിൽ നിന്നും മനസ്സിലാകുന്നത്, 2-ാമൻ സ്വത്തുക്കളെല്ലാം മേടിച്ച് കൊണ്ടുപോയി അവൻ വളരെ ദൂർത്തടിച്ച് എല്ലാം തീർന്നതിന് ശേഷം, അവൻ വളരെ പാപം ചെയ്തതിന് ശേഷം അവൻ്റെ വളരെ കഷ്ടതയിലേക്കായി. പന്നിക്ക് ഇട്ടുകൊടുക്കുന്ന ആഹാരം പോലും കൂടെ കിട്ടാൻ മേലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ അവിടെ നിന്ന് മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗം. അപ്പോൾ ആണ് അവൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുന്നത്. അവൻ തിരിച്ചപ്പൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ഞാൻ നിനക്കും സ്വർഗത്തിനുമെതിരായി തെറ്റുകൾ ചെയ്തു പോയി എന്ന് പറയുമ്പോൾ അവനെ സ്വീകരിച്ചുകൊണ്ട് ആ അപ്പൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇവൻ മരിച്ചവനായിരുന്നു, അവനെ തിരികെ കിട്ടിയെന്ന്. അതായത് അവൻ അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ അവന് രക്ഷയുണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് പത്രോസ് ശ്ലീഹായും യൂദായെയും കുറിച്ചാണ്. പത്രോസ് 2 പേരും തെറ്റ് ചെയ്തവരാണ്. എന്നാൽ പത്രോസ് ശ്ലീഹ തെറ്റ് ചെയ്തതിന് ശേഷം വളരെ അനുതാപത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, അവൻ അനുദപിച്ചു, അവന് രക്ഷയുണ്ടായി. എന്നാൽ യൂദാ ചെയ്തത് എന്താണ്? യൂദാ ഇസ്കരിയോത്ത അവനും തെറ്റ് ചെയ്തു. അവൻ തെറ്റ് ചെയ്തതിന് ശേഷം അവന് മനസ്സിലായി അവൻ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തതെന്ന്. എന്നാൽ അവൻ ആ പൈസ കൊണ്ട് തിരിച്ച് അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതായത് അവൻ വില കൊടുത്ത് അവന് ദോഷം വാങ്ങിയെടുത്തു. അവൻ്റെ ജീവിതം ഇല്ലാതെയായി.
അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് ആ കുരിശിലെ വലത്ത് ഭാഗത്തെ കള്ളനെ കുറിച്ചാണ്. ജീവിതകാലം മുഴുവൻ അവൻ തെറ്റുകൾ മാത്രം ചെയ്തതിന് ശേഷം ആ കർത്താവിൻ്റെ കൂട്ടത്തിൽ അവൻ ഏതാണ്ട് 3-4 മണിക്കൂർ അവിടെ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവൻ യഥാർത്ഥ രക്ഷിതാവാണ് എന്ന്. അന്നേരം അവനോട് നിലവിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും കൂട്ടിച്ചേർക്കണം, നിന്നോടൊപ്പം ചേർക്കണമേ എന്ന് അവൻ അനുതപിച്ചു. അവനും അവിടുന്ന് രക്ഷയുണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇടതുവശത്തെ കള്ളന് അവൻ അനുതപിക്കാഞ്ഞതിനാൽ അവന് രക്ഷയുണ്ടായില്ല എന്നും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എവൻഗേലിസ്തയുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്, സക്കായി. അവൻ ചുങ്കക്കാരനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവൻ തെറ്റായ രീതിയിൽ ഒരുപാട് പണം സമ്പാദിച്ചിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ സമ്പാദിച്ചിരുന്നതായ സക്കായി അവൻ യേശുവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് അവൻ അത്തിമരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ അത്തിയുടെ ചുവട്ടിൽ നിന്ന് യേശു ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, നീ ഇറങ്ങി വാ, നിന്റെ ഭവനത്തിൽ ഇന്ന് എനിക്ക് പാർക്കേണ്ടതുണ്ട്. അവൻ്റെ മാനസാന്തരത്തിൽ അവൻ രക്ഷ പ്രാപിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. അടുത്ത ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നത് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയാണ്. പരീശൻ ചെന്ന് നിന്ന് വളരെ അഹങ്കാരത്തോടുകൂടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ, മഹാപാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഉടനീളം ബൈബിളിൽ കാണുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അതിനൊക്കെയും കാരണം അനുതാപമാണ്. നമ്മളുടെ ഈ നോമ്പ് കൊണ്ട് നാം ഓരോരുത്തരും പഠിക്കേണ്ടതായ ഒരു അനുഭവ പാഠമെന്ന് പറയുന്നത്, ഈ നോമ്പുകളൊക്കെയും സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ 5 കാനോനിക നോമ്പുകൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന് അനുദപിക്കുവാൻ സാധിക്കത്തുള്ളൂ. നേരെ തിരിച്ചു പറഞ്ഞാൽ അനുദപിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാനസാന്തരപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത് പരസ്പര പൂരകമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിൽ നിന്നും നാം ഓരോരുത്തരും കൃത്യമായി ഈ നോമ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ 3 നോമ്പ് നമുക്ക് ഒരു അനുഗ്രഹപ്രദമായി തീരത്തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു. ഇന്നേവരെ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ 3 നോമ്പ് കൊണ്ടെങ്കിലും നാം പഠിക്കേണ്ടതുണ്ട്. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷം ഈ നോമ്പ് അവസാനിക്കുന്നു. എന്നാൽ അന്ന് മുതൽ 18-ാമത്തെ ദിവസം അഗെയിൻ നമ്മുടെ വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. ആ വലിയ നോമ്പ് ആരംഭിക്കുമ്പോൾ ഇന്നതിന് മുമ്പ് നാം ഈ 3 നോമ്പ് കൊണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയണം. നമ്മളെ തന്നെ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.